1, 2, 3. One, two, three, four. ഇന്ന് നടന്ന ഇന്റർ കോളേജിയറ്റ് ബോക്സിംഗ് മത്സരത്തിൽ ഈ കോളേജിന്റെ അഭിമാന താരമായ വിനോദ് വിജയിച്ചിരിക്കുന്നു. കലക്കി കളഞ്ഞു കേട്ടോ. രേവതി വരുന്നുണ്ട്. പെർഫോമൻസ് ഉഗ്രനായിരുന്നു. എന്റെ സമ്മാനമാണ്. താങ്ക് യു. എന്താ പരമുള്ള ചേട്ടൻ വിഷമിച്ചിരിക്കുന്നത്? എന്ത് പറ്റി? ഒന്നും പറയണ്ട മോനെ, എന്റെ മോക്ക് സുഖക്കേടിന് ഒരു കുറവുമില്ല. ആ ഡോക്ടറാണെങ്കിൽ ഒന്നും തീർത്ത് പറയുന്നുമില്ല. ആ വിവരമില്ലാത്ത ഡോക്ടറിനെ അടുത്ത് ആരെങ്കിലും കൊണ്ട് കൊച്ചിനെ ഏൽപ്പിക്കുവോ? പരമുള്ളേ, എന്റെ ഭാര്യയുടെ ഭർത്താവിന്റെ തന്ത ഒരു വൈദ്യരുണ്ട്, ബഹുമെടുക്കണം. അയ്യോ, അബദ്ധം പറ്റല്ലേ, അയാൾ ആളെ കൊല്ലിയ. ഒന്ന് പോടാവിടുന്ന്, അതൊരു കൈപ്പസ് വന്നു പോയല്ലേ. പരമുള്ള ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, മോക്ക് പെട്ടെന്ന് സുഖാവും. പക്ഷേ ഇതിന്റെ ഒക്കെ വല്ല ആവശ്യമുണ്ടായിരുന്നോ? ആ വിജയം കൊണ്ടുവന്ന കാശ് മേടിച്ച് മര്യാദയ്ക്ക് ജീവിച്ചാ പോരായിരുന്നു. ആ കാശ് എനിക്ക് വേണ്ട. എന്റെ മോക്ക് ആരില്ലെങ്കിലും ഈശ്വരനുണ്ട്. യെസ്, വിക്രമൻ സ്പീക്കിംഗ്. റഹ്മാനാണ് സംസാരിക്കുന്നത്. പറഞ്ഞതുപോലെ രത്നങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിവിടെ കാത്തിരിക്കും. കഴിയുന്നതും വേഗം വരണം. 1 മണിക്കൂറിനകം വിജയൻ എവിടെ എത്തും? ഓക്കെ. യു ആർ അണ്ടർ അറസ്റ്റ്. വിക്രമന് രത്നങ്ങളുമായിട്ടിട്ട് റഹ്മാൻ പോലീസ് കസ്റ്റഡിയിലായി. വിക്രമനോട് പകരം വീട്ടാനുള്ള സന്ദർഭമാണിത്. അവന് വേണ്ടി വന്നിട്ടുള്ള രത്നങ്ങൾ നമ്മുടെ കയ്യിലെത്തണം. അത് എളുപ്പമാണോ സാർ? എളുപ്പമല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ തീരുമാനിച്ചത്. വിക്രമനെ മാത്രമല്ല, പോലീസിനെയും നമുക്ക് നേരിടേണ്ടി വരും. എന്തിനേയും നേരിടേണ്ടതുപോലെ നേരിടാൻ ശീലിച്ചവനാണ് ശ്രീധരൻ. ഇന്നലെ ബോംബെ പാർട്ടിയുമായി നടത്തിയ ബിസിനസ്സിൽ വിക്രം മുതലാളി വളരെ സന്തുഷ്ടനാണ്. വിജയൻ, ബോംബെയിൽ നിന്നും റഹ്മാൻ രത്നങ്ങളുമായി എത്തിയിട്ടുണ്ട്. ഇന്ന് തന്നെ നമുക്കത് കൈമാറ്റം ചെയ്യണം. അത് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. വീട്ടിന് പുറകെ റെഡിയായിട്ട് നിൽക്കണം. റഹ്മാനെ കണ്ടു കഴിഞ്ഞ ഉടനെ ഞാൻ അവിടെ എത്തും. ഓക്കെ. സാധനങ്ങളെല്ലാം ഉണ്ടല്ലോ? ഉണ്ട്. പക്ഷേ അനങ്ങിപ്പോകരുത്.
ഐ എം സോറി. എന്റെ കൈക്കൊരു മുറിവ് പറ്റി. അടുത്തുള്ള ഏതെങ്കിലും നഴ്സിംഗ് ഹോമിൽ എന്നെ ഒന്നാക്കണം പ്ലീസ്. കയറിക്കൊള്ളൂ. ഇരിക്കൂ. സിഡാ. ഡോക്ടറാണെന്ന് അറിഞ്ഞാലും കാറിൽ വെച്ച് ചികിത്സിക്കാൻ പറ്റില്ലല്ലോ. നഴ്സ്. ഏത് ഹോസ്പിറ്റൽ? ഓക്കെ, ഞാൻ ഉടനെ അവിടെ എത്താം. വിജയൻ, ശല്യപ്പെടുത്തണ്ട. ഉറങ്ങാനുള്ള മരുന്ന് കൊടുത്തിരിക്കുകയാണ്. വിക്രമൻ അങ്കിൾ. ആ മാലതിയോ? വളരെ കാലമായല്ലോ കണ്ടിട്ട്. ഇദ്ദേഹം വിജയൻ എന്റെ ബിസിനസ് പാർട്ണറാണ്. ഓ. വീട്ടിൽ അച്ഛനും മറ്റു സുഖമല്ലേ? അച്ഛൻ മരിച്ചിട്ട് 3 വർഷമായി. സോറി. മരിക്കുന്നത് വരെ വിക്രമൻ അങ്കിളിനെ കുറിച്ച് പറയുമായിരുന്നു. ആ, വിജയന്റെ മുറിവ് അല്പം സീരിയസ് ആണ്. ബുള്ളറ്റ് കൊണ്ടുള്ള മുറിവായതുകൊണ്ട് ഇവിടെ വെച്ച് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് എയ്ഡ് എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു പോലീസ് കേസാക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. വിജയനെ ഇവിടെ തന്നെ അഡ്മിറ്റ് ചെയ്യണം. പക്ഷേ ഇത് എന്റെ ഒരു അപേക്ഷയായി കണക്കാക്കണം. പ്ലീസ്. ശരി. താങ്ക് യു. വെൽ ഡൺ ഖാദർ, വെൽ ഡൺ. ഇത്രയും വിദഗ്ധമായി ഈ ദൗത്യം നിർവഹിച്ച നീ യഥാർത്ഥത്തിൽ സമർത്ഥനാണ്, സംശയമില്ല. മുതലാളിയെ പോലുള്ള ഒരു അനുഗ്രഹവും പിൻബലവും ഉണ്ടെങ്കിൽ ഇതിലും വലിയ കാര്യം ചെയ്യാൻ സാധിക്കും. എന്റെ അനുഗ്രഹവും പിൻബലവും എന്നും നിന്നോട് കൂടിയുണ്ട്. പറയൂ, നിനക്ക് എന്താണ് വേണ്ടത്? വാട്ട് ഓർ യു ആസ്ക്? കം ഓൺ. മുതലാളിയുടെ സന്മനസ് പോലെ എനിക്ക് എന്ത് തന്നാലും മതി. That's a nice boy. Well, Kadar, here you are, my boy. മുതലാളി, അവൻ നമുക്ക് വേണ്ടി ഒരു വലിയ സേവനം ചെയ്തിട്ട്. അവൻ നമുക്ക് വേണ്ടി സേവനം ചെയ്തതല്ലേ? ഇവന്റെ മുതലാളിയെ വഞ്ചിച്ചിട്ടല്ലേ അവൻ നമുക്ക് സേവനം ചെയ്തത്? ഇന്നലെ വരെ പാലൂട്ടി കഴിക്കല്ലേ അവൻ തിരിഞ്ഞു കൊത്തിയത്? നാളെ അവൻ എന്നെ കൊത്താൻ മടിക്കില്ല. നിങ്ങളോട് എങ്ങനെയാണ് ഇക്കാര്യം പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എന്താണ് ഡോക്ടർ? വളരെ താമസിച്ചാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടിയോട് അഡ്മിറ്റ് ചെയ്തത്. നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതിയവരുടെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞു. പക്ഷേ എന്റെ മോക്ക് എന്ത് പറ്റി ഡോക്ടർ? നിങ്ങളുടെ മകൾ ഇനി സംസാരിക്കില്ല. ഡോക്ടർ, മോളെ, അച്ഛന്റെ ഓമനെ, അച്ഛന്റെ പൊന്നു മോളെ. ഇവിടെ പറയുമ്പോളേ ഒരു കുപ്പി കള്ളു കൊണ്ടുവാ. എടോ, തന്നോടാ പറഞ്ഞ ഒരു കുപ്പി കള്ളുണ്ട്. താനെന്താ പിടിച്ചു നോക്കിയിരിക്കുന്നത്? മുതലാളി, എനിക്കൊന്നിനും മനസ്സ് വരുന്നില്ല. എന്റെ മോള്, തനിക്ക് മാത്രമേ ഈ ലോകത്ത് മോളുള്ളൂ. പിന്നെ എന്നെ എവിടെ ഇരിക്കുന്നത്? വീട്ടിൽ പോയി കുത്തിരുന്നൂടെ? മുതലാളി, മുതലാളി എന്നെ പറയുന്നത് പോയിക്കോളൂ. തനിക്ക് ഞാൻ കണ്ടുതരാം. സുഖമായിന്ന് വെച്ച് അപകടത്തിലൊന്നും ചെന്ന് ചാടരുത് കേട്ടോ. ചില അപകടങ്ങളെല്ലാം നമ്മൾ എത്ര ശ്രമിച്ചാലും തടയാനാവില്ല. ശരിയാണ് വിജയൻ പറഞ്ഞത്. ചിലതൊക്കെ വിധിയാണ്. ഡോക്ടർ എന്താ ആലോചിക്കുന്നത്? വീടിനെ കുറിച്ചാണോ? എനിക്കേത് വീട്? ഇത് തന്നെയാണ് എന്റെ വീട്. ബന്ധുക്കൾ ആരുമില്ലേ? ബന്ധുക്കൾ, ഇവിടെ വരുന്ന രോഗികളെല്ലാം എന്റെ ബന്ധുക്കളാണ്.
മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാറുണ്ടെങ്കിലും സ്വയം വേദനിക്കുന്ന ഒരു മനസ്സാണ് ഡോക്ടർക്കുള്ളതെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. വിജയൻ വിചാരിക്കുന്നത് പോലെ അങ്ങനത്തെ വിഷമമൊന്നും എനിക്കില്ല. ഏതായാലും ഡോക്ടർ ചെയ്തിരുന്ന സേവനത്തിന് ദാറ്റ്സ് ഓൾ റൈറ്റ്. എന്റെ കടമ ഞാൻ നിർവഹിച്ചെന്നേ ഉള്ളൂ. ആ, ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെക്കപ്പിന് വരണം. വിക്രമൻ അങ്കിളിനോട് ഞാൻ ചോദിച്ചതായി പറയണം. ഓക്കെ, ഞാൻ വരട്ടെ. യു ആർ വെൽക്കം. അതർ കാരണമായി നമുക്ക് കൈവിട്ടുപോയ പഞ്ചരത്നങ്ങളുടെ വിൽപ്പന ഉടനെ നടക്കും. അതിനു മുമ്പായി തിരിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്കത് എന്നേക്കുമായി നഷ്ടപ്പെടും. അതവിടുന്ന് തട്ടിയെടുക്കുക അത്ര എളുപ്പമല്ല. ശ്രീധരന്റെ ബംഗ്ലാവിന് ചുറ്റും ശക്തമായ കാവലാണുള്ളത്. എത്ര ശക്തമായ കാവലുണ്ടെങ്കിലും ഞാനത് തിരിച്ചെടുക്കും. വിജയൻ, നിന്റെ ധൈര്യത്തിൽ എനിക്ക് മതിപ്പുണ്ട്, കഴിവിൽ വിശ്വാസവുമുണ്ട്. പക്ഷേ നിന്റെ ആരോഗ്യം തിരിച്ചെടുക്കുന്നതിലാണ് നീ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത്. എന്റെ ആരോഗ്യത്തെക്കാൾ എനിക്ക് വലുത് എന്റെ അഭിമാനമാണ്. മൈക്കിൾ, അപ്രതീക്ഷിതമായ ഭാഗ്യമാണ് നമുക്ക് കൈവന്നിരിക്കുന്നത്. നമ്മുടെ രത്നങ്ങൾ വാങ്ങാൻ സിംഗപ്പൂരിൽ നിന്നും പാർട്ടി എത്തിയിരിക്കുന്നു. നമുക്ക് ഉടനെ പുറപ്പെടാം. നമ്മുടെ കയ്യിൽ നിന്നും അത് തട്ടിയെടുക്കാൻ വിക്രമനും കൂട്ടരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിക്രമനല്ല, വിക്രമാദിത്യൻ വിചാരിച്ചാലും ശരി, ഇനി അത് ശ്രീധരന്റെ കൈവിട്ടു പോകില്ല. അടുത്ത വെക്കേഷന് നീ എന്നോടൊപ്പം വീട്ടിൽ വരണം. എന്റെ അച്ഛനുമായി പരിചയപ്പെടണം. വെക്കേഷന് ചേട്ടൻ വന്ന് വിളിച്ചോണ്ട് പോകും. ആഹാ, ചേട്ടനോട് പറയണം ഞാൻ വിനോദനെ സ്നേഹിക്കുന്നു, ചേട്ടൻ വിനോദൻ എനിക്ക് വിവാഹം കഴിപ്പിച്ച് തരണമെന്ന്. ആ, അങ്ങനെ പെട്ടെന്നൊന്നും കെട്ടിക്കൊണ്ട് പോകാമെന്ന് വിചാരിക്കണ്ട. ആഹാ, അമ്മാവ, 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 എത്ര നാളായി അമ്മാവനെ കണ്ടിട്ട്. വിനോദ്, ഞാൻ എപ്പോഴും പറയാറില്ലേ, ഇതാണ് പരവുമാവൻ. ഇത് വിനോദ്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് കോളേജിൽ പഠിക്കുന്നത്. പിന്നെ എന്തൊക്കെയുണ്ട് അമ്മാവ വിശേഷം? ഓ, എന്തോ വിശേഷം. ഓമനിക്കും മാധവ ചേച്ചിക്കും സുഖം തന്നെയല്ലേ? അതൊക്കെ നിങ്ങൾ അറിയുന്നത് എന്തിനാ? വിജയേട്ടൻ എപ്പോഴും അമ്മാവന്റെ കാര്യം പറയും. അമ്മാവന് വിജയേട്ടനെ കാണണ്ടേ? എന്തിനു കാണണം? ഞാൻ പോകുന്നു. അമ്മാവ, അമ്മാവ, എന്താ പറഞ്ഞിട്ടില്ല ഒന്നും പറയാതെ പോയത്? വിജയേട്ടനും അമ്മാവനും തമ്മിൽ വഴക്കാണ്. രേവതി വിഷമിക്കാതിരിക്കൂ, എല്ലാം സാവധാനം ശരിയോ. വരൂ, പോവാം. സാർ, ഒരു ടെലഗ്രാം ഉണ്ട്. Father expired. Start immediately. ചതിപ്രയോഗത്തിലൂടെ അല്ലാതെ കുഞ്ഞിന്റെ അച്ഛന്റെ ചെറുവിരൽ പോലും അനക്കാൻ വിക്രമന് കഴിയുമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഘാതകൻ ആരായിരുന്നാലും അവനെ നശിപ്പിച്ചേ തീരും. ഇന്ന് അദ്ദേഹത്തെ കൊന്നു, നാളെ നമ്മളെ ഒന്നടങ്കം നശിപ്പിക്കാൻ അവൻ ഒരുങ്ങും. ഇന്നലെ വരെ ഈ കസേരയിലിരുന്ന് ഞങ്ങൾക്ക് നിർദ്ദേശം നൽകാൻ
അദ്ദേഹം ഉണ്ടായിരുന്നു. ഇന്ന്